പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ മക്കളുടെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു. അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചു വരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ എല്ലാ രേഖകളെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ രേഖകളെ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ കോടതി കേസുകളെ, നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലെ ആശ്വാസവും അയവും വരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും, നിന്റെ ഒപ്പ് കടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിന്മ വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ആലോചനകൾ, തീരുമാനങ്ങൾ, വിവാഹാലോചനകൾ, കോഴ്സിൻ്റെ തീരുമാനങ്ങൾ, ഏതൊരു രാജ്യത്ത് പോകണമെന്നുള്ള തീരുമാനങ്ങൾ, എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ, എന്തുടുക്കും, എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും എന്ന് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നു. അതെല്ലാം കർത്താവ് റെഫർ ചെയ്ത പോലെ നിന്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ വേദനകളുടെ മൂലകാരണങ്ങളും ആന്തരിക അവയവങ്ങളും ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
നിന്നെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ മക്കളിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, പങ്ക് കച്ചവടക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാൻ നിന്നെ പ്രാപ്തമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മഹത്വത്തിന്റെ വാതിൽ എന്ന് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? എല്ലാ അവസരങ്ങളും മഹത്വത്തിന്റെ വാതിലാണ്. നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാനായിലെ കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണേ എങ്ങനെയാണ്? അങ്ങനെ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം കാനായിൽ സംഭവിച്ചു. അതെല്ലാവരും കണ്ട് വിശ്വസിച്ചു. അപ്പം അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത്. ചിലപ്പോൾ 1000 വാതിലുണ്ടാകാം, മഹത്വത്തിൻ്റെ വാതിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. ആ വാതിലിൽ മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയണത്. നമ്മൾ ഡിസൈൻമെന്റ് പറയത്തില്ലേ? നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ വഴികളുണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്, അഭിവൃദ്ധിയുടെ വഴികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴികൾ ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ടുള്ളത് കലവൂർ എറണാകുളമാണ്. വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ചില സമയത്ത് എനിക്ക് കടലോരത്ത് എന്തെങ്കിലും തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള റൂട്ടാണ്, സമയമെടുക്കും കുറച്ച്. പക്ഷെ എനിക്ക് അർത്തെങ്കിലും കണ്ണമാലിലും കയറാൻ പറ്റുമല്ലോ, പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് വേറെ വഴി എടുക്കാം, അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ വഴികൾ തന്നെയായിരിക്കും അത്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം കക്ഷിയാകണമെന്നില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് വേണം മഹത്വത്തിൻ്റെ, അത് ആണ് മഹത്വത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞു. മറിയം അതാണ് ചെയ്യണത്. ആ വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ യേശുവിനെ മാറ്റി നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാം, സോൾവ് ചെയ്യാം.
പക്ഷെ യേശുവിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനാണ് മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റി പറയണത്. എന്തിനാണ് കാര്യം? അതിൻ്റെ അകത്ത് ദൈവം മഹത്വപ്പെടും. 1000 വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിലുണ്ടാകാം. പക്ഷെ മഹത്വത്തിൻ്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും. അത് തുറക്കാൻ ഇതിന് പാടുമായിരിക്കും. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? ദൈവം മഹത്വപ്പെടും. അപ്പോൾ ഞാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുന്നത്. അതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാ? യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാ? മറിയമാണ്. ആ കനാലെ വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ്. അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റു വളർത്തിയതും പരിപക്വമായപ്പോൾ ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ്. അതുകൊണ്ടാണ് മറിയം നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ പേര് മറിയം മഹത്വത്തിൻ്റെ മധ്യസ്ഥയാണ്. സ്ഥലം പറവൂര്, വടക്കം പറവൂര്, ഇടവക സെൻറ് തോമസ് കോട്ടയ്ക്കാവ്. ഞാൻ 2019 ആണ് ഇവിടെ പറഞ്ഞത്. 19 പേര് ജോസ്, സ്ഥലം പറവൂര് കോട്ടയ്ക്കാവ് പള്ളി ഇടവക. ഭാര്യ ഇങ്ങനെ കൃപാസനത്തെ പറ്റി പറയും. ഞാനിടയ്ക്ക് പത്രം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃപാസനത്തിൽ വരണമെന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞ് അങ്ങനെ പോവാം, ഒരു ദിവസം പോവാം എന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾ വരാൻ തീരുമാനിച്ച് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറാനായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മുകളിൽ ഒരു കാര്യം പറഞ്ഞൊരു ഫോൺ വന്നു. അത് ഗർഭാവസ്ഥയിലായിരുന്നു ആ കൊച്ചി. അപ്പോൾ 5-ാം മാസം ഇങ്ങനെ ടെസ്റ്റിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ യൂട്രസിൽ എന്തൊക്കെ കംപ്ലൈൻറ്റ്, ഈ കൊച്ചിന് വൈകല്യം ഉണ്ടാവും, ക്രോമസോം ഒക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പിന്നെ മെഡിക്കൽ കോളേജിൽ, പരിയാരം മെഡിക്കൽ കോളേജിലും പിന്നെ കണ്ണൂർ AMSലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അബോർഷന് ഡേറ്റ് നിശ്ചയിക്കാനായിട്ട് 7-ാം മാസത്തെ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പാണ് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർ. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ഉദ്ദേശമല്ല വന്നത്, പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്ത് ആദ്യമായിട്ട് ആ നിയോഗം വെച്ച്, ആ കൊച്ചിൻ്റെ കാര്യം നിയോഗം വെച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും ഫോൺ വരെയാണ്, സ്കാനിങ് കഴിഞ്ഞു, കുട്ടിക്കൊരു കുഴപ്പമില്ല, അബോർഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ അനുഭവം എനിക്ക്, ആദ്യത്തെ നിയോഗം തന്നെ അന്നത്തെ ദിവസം തന്നെ സാധിച്ചു കിട്ടി. പിന്നെ രണ്ടാമത് എനിക്ക് മനസ്സിലത്തെ വെച്ചൊരു അപകടം ഉണ്ടായി. ഇവിടെ കുറച്ച് ക്ലോട്ടായി തലയുടെ ഇടതുഭാഗത്ത്, ഈ ഇയർ ബാലൻസിൻ്റെ അവിടെ ആയിട്ട്. അങ്ങനെ ചികിത്സയിലൊക്കെ ആയിരുന്നു. വീടും സ്ഥലമൊക്കെ വിറ്റുപോയി. ചെറിയ വീടൊക്കെ ഉണ്ടായിരുന്നു, വിറ്റുപോയി. അപ്പോൾ വാടകയൊക്കെ ആയിരുന്നു 5 കൊല്ലമായിട്ട്. അപ്പോൾ നിയോഗം രണ്ടാമത് വെച്ചത് കുറച്ച് സ്ഥലവും ഒരു ചെറിയ വീടും വേണമെന്നായിരുന്നു. മാതാവാദം എനിക്ക് സാധിച്ചതെന്ന് കഴിഞ്ഞ കൊല്ലം ജൂലൈ 15-ാം തീയതി ഞങ്ങൾ താമസിച്ചു പുതിയ വീട്ടിൽ. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു കുടുംബ സുഹൃത്തൊരു ചേച്ചിയുണ്ട്, ഹിന്ദുവാണ് ചേച്ചി. ഞങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ കട മേടിക്കലൊക്കെ പുള്ളിക്കാരത്തിനോടാണ്. അപ്പോൾ പുള്ളിക്കാരത്തി കൊറോണ വന്നു, ചാലാക്ക മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിലായിരുന്നു. ന്യൂമോണിയൊക്കെ വന്ന് വെന്റിലേറ്ററിലായി പോയിരുന്നു.
അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ ജപമാല റാലിയിൽ ചേച്ചിനെ പങ്കെടുപ്പിക്കാമെന്ന് നേർച്ചായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി സുഖം പ്രാപിച്ചിപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് വീട്ടിലുണ്ട്. അതിന് മാതാവിനോട് നന്ദി പറയുന്നു, ഒരുപാട് നന്ദി പറയുന്നു. എന്നെ ഉപേക്ഷിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നേനി. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഹാർട്ടിന് പമ്പിങ് സ്ലോ ആയിപ്പോയി, ICUവിലൊക്കെ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ സുഖം തന്നെ, ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുപ്പിച്ചോളാം ഭാര്യനെന്ന്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം ജപമാല റാലി ഉണ്ടായില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ച കിട്ടി ഞങ്ങൾ പോയി, എങ്കിലും ജപമാല റാലിയിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ 4 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്ന മാതാവിന് നന്ദി പറയുന്നു. ഞാൻ റോസി പൗലോസ്, സ്ഥലം പരിയാരത്തിൽ ഞാൻ താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഇറ്റലി എന്ന രാജ്യത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. കുറേ കാലം ജോലി ചെയ്തതിന് ശേഷം പെട്ടെന്നായിരുന്നു എൻ്റെ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടും ഒരുപാട് വലിയൊരു സാമ്പത്തിക കടബാധ്യത എനിക്കുണ്ടായിരുന്നു. പിന്നെ മക്കൾ 2 പേരും പഠിക്കുന്ന സാഹചര്യത്തിലും അവർക്ക് ജോലിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലുമായിരുന്നു. ഇത്രയും സാഹചര്യത്തിൽ എൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഇറ്റലി എന്ന രാജ്യത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ കൂടെ മാതാവിൻ്റെ കൃപാസന പ്രാർത്ഥനാലയത്തെക്കുറിച്ച് കേട്ടിട്ടൊന്നുമല്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ തകർന്ന സാഹചര്യത്തിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെ തണുപ്പ് രാജ്യമായതുകൊണ്ടും ഒത്തിരിയേറെ ഡ്രസ്സുകളും കംപ്ലീറ്റ് ഡ്രസ്സുകളും നമ്മൾക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയും ലഗേജുകളോ കൊണ്ടുപോയി ആരുടെ വീട്ടിൽ വയ്ക്കാനോ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഈ കെട്ടും കടക്കും കൊണ്ട് ഏതെങ്കിലും വീടുകളിൽ പോവാതെ നേരെ ജോലി സ്ഥലത്തേക്ക് പോകാവുന്ന വിധത്തിൽ നല്ലൊരു ജോലി എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, സുരക്ഷിതമായി താമസിക്കാനും നല്ല ശമ്പളമൊക്കെ ഉള്ള ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയാമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥിച്ച് തീർന്നതിന് മുൻപ് തന്നെ ഉടനെ തന്നെ എനിക്ക് നല്ലൊരു ജോലി മറ്റൊരു സ്ഥലത്ത് അതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിനേക്കാളും ഇരട്ടി ശമ്പളമുള്ള നല്ലൊരു ജോലി കിട്ടുകയും ചെയ്ത് സമാധാനത്തിൽ താമസിക്കാനും സുരക്ഷിതമായി ജീവിക്കാനും പറ്റിയ സാഹചര്യത്തിലൂടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നേടിത്തന്നു. കൂടാതെ എൻ്റെ മക്കൾ 2 പേരും വിദേശത്തേക്ക് പോകാനും അവർക്ക് അവിടെ നല്ല ജോലി കിട്ടുവാനും സാധിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സിൻസി ജേക്കബ്. ഞാൻ മുണ്ടംവേലിൽ നിന്ന് വരുന്നു. 2018 ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾക്കൊരു വീട് വയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ ആദ്യം നിയോഗമായി വെച്ചത്. അതിൻ്റെ ഫലമായിട്ട് 2 നില ഭവനം നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ മുകളിലത്തെ നില റെൻറ്റിന് കൊടുക്കാനും സാധിച്ചു. എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പള വർധനവിന് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് മാതാവ് സാധിച്ചു തന്നു. അതുപോലെ വീട് പണിയുടെ ആവശ്യമായ ലോൺ വേഗം പാസ്സാവുന്നതിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് മാതാവ് സാധിച്ചു തന്നു. ഈ നവംബർ 23-ാം തീയതി ഹസ്ബൻഡിൻ്റെ ഒപ്പം വിദേശത്തേക്ക് വിസിറ്റിംഗ് വിസയിൽ ഞാനും മക്കളും കൂടി പോയായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 1 വരെയായിരുന്നു വിസയുടെ വാലിഡിറ്റി ഉണ്ടായിരുന്നത്. ഞങ്ങൾ ജാനുവരി 27-ാം തീയതി പോരുന്നതിന് മുൻപായിട്ട് RT-PCR ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെത് പോസിറ്റീവും കുട്ടികൾക്ക് നെഗറ്റീവുമായി. ആദ്യം വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. പിന്നെ ഞാൻ കാശുരൂപമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇമിഗ്രേഷൻ ഓഫീസിലൊക്കെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വിസ എക്സ്റ്റെൻഡ് ചെയ്തു. അതോടൊപ്പം തന്നെ 1-ാം തീയതിക്ക് മുമ്പേ നാട്ടിലേക്ക് പോരണമെന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മാതാവിനോട് എൻ്റെ റിസൾട്ട് എങ്ങനെ നെഗറ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ആയി കിട്ടിയെന്നുള്ള അനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ട് വീണ്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ നെഗറ്റീവ് റിസൾട്ട് കിട്ടി. ഞാനും മക്കളുമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കൃപ മാതാവ് നൽകി അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞോളും. എൻ്റെ പേര് സാലിമ. ഞാൻ വാലാച്ചിറയിൽ നിന്നും വരുന്നു. 2020 എൻ്റെ ഇളയ മകൻ സാഗർ കാനഡയ്ക്ക് പോകാനായിട്ട് പേപ്പർ വർക്കുകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവന് ബയോമെട്രിക്സിന് ഡേറ്റ് കിട്ടാൻ താമസിച്ചു.
ആ സമയം ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം മകൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് ബയോമെട്രിക്സിന് ഡേറ്റ് കിട്ടുകയും അവിടെ പോയി പഠിക്കുവാനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനും നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് 2021 ജൂലൈ അവസാനം കോവിഡ് വന്ന് ഞാൻ സീരിയസ് ആയി കോട്ടയം മെഡിക്കൽ കോളേജിൽ ICUവിലായിരുന്നു. എൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു, പ്രഷർ വളരെ താന്നുപോയി. 4 ദിവസമായിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ സീരിയസ് ആയിക്കൊണ്ടിരുന്നു. ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു എനിക്കിനി രക്ഷ ഉണ്ടാകത്തില്ല, ഒത്തിരി സീരിയസ് ആണ്. എനിക്ക് പിന്നെ കാർഡിയോമയോപ്പതി എന്ന ഹാർട്ടിൻ്റെ അസുഖം ഉള്ളത് മൂലം ഞാൻ റെസ്റ്റിലായിരുന്നു. ആ സമയത്താണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പോഴതെൻ്റെ ശ്വാസകോശത്തെയും ഹൃദയത്തെയും ബാധിച്ചു. ശ്വാസകോശം വളരെ മോശമായിരുന്നു. ഒരു രക്ഷയും ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 4 ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ ഈശോയുടെ ഇഷ്ടം പോലെ ആകട്ടെ, മരണമാണെങ്കിലും അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഓരോ പ്രാവശ്യവും എൻ്റെ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ കണ്ണിലിരുട്ട് കയറും, മരണവിപ്രാളമാണ്. ആ സമയം ഞാൻ അമ്മയോട് പറയും, അമ്മ എൻ്റെ ഹൃദയവും എൻ്റെ ശ്വാസകോശവും ഞാൻ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അവിടെ സുരക്ഷിതമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അമ്മയുടെ സന്നിധിയിലേക്കായാലും തിരിച്ച് വീട്ടിലേക്കായാലും ദൈവമഹത്വത്തിനാകട്ടെ, തിരിച്ച് എൻ്റെ വീട്ടിൽ കടന്നു വരാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയെയും ഈശോയെയും ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് കുറച്ച് വ്യത്യാസം വന്നു. പിന്നെ ഞാൻ കിടന്നിരുന്ന മെയിൻ ICUവിൽ എല്ലാ രോഗികളും തന്നെ വെൻറ്റിലേറ്ററിലായിരുന്നു. എനിക്ക് മാത്രമേ വെൻറ്റിലേറ്റർ ഇല്ലാതിരുന്നുള്ളൂ. എങ്കിലും 65% ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു സ്വല്പം ആശ്വാസമുണ്ട്, വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളുടെ ഇടയിൽ നിന്നും മാറ്റി മറ്റു വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൈ ഡിപ്പെൻഡൻറ്റ് യൂണിറ്റിൽ എല്ലാ മോണിറ്ററിങ്ങോടും കൂടി എന്നെ കിടത്തി. ഞാനവിടെ 3 ആഴ്ച കിടന്നു. ആ സമയമെല്ലാം എൻ്റെ ഓക്സിജൻ ലെവൽ കയറുന്നില്ലായിരുന്നു, പ്രഷറും കയറുന്നില്ലായിരുന്നു. അവരെനിക്ക് പ്രഷർ കൂടാനുള്ള മരുന്നും എല്ലാം തന്നു. ആ സമയം കോവിഡ് വാർഡായതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എൻ്റെ കൂടെ നിർത്തുവാനായിട്ട് അവർ അനുവാദം തന്നു. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ മൊബൈലിൽ എല്ലാ ശുശ്രൂഷകളും ഇടത്ത് കൂടിക്കൊണ്ടിരുന്നു. മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 21 ദിവസത്തിന് ശേഷം ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു വീട്ടിൽ വന്നു. കോവിഡിൻ്റെ സമയത്ത് എനിക്ക് തന്നിരുന്ന ചില ഇഞ്ചക്ഷൻസ് മൂലം എനിക്ക് ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ അവർ തന്നു. അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് എൻ്റെ ലങ്സിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായി. എനിക്ക് വളരെയധികം വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വീട്ടിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ച് ഓക്സിജൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഡിസ്ചാർജായി വീട്ടിൽ വന്നു കഴിഞ്ഞു. മെഡിസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് എൻ്റെ മസിൽസ് എല്ലാം ചുരുങ്ങിയിട്ട് എനിക്ക് എഴുന്നേക്കാനോ ഇരിക്കുവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ചാണ് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുകൊണ്ടിരുന്നത്, എഴുന്നേൽപ്പിക്കുന്നതൊക്കെ പിടിച്ചായിരുന്നു. എൻ്റെ കാലെല്ലാം ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറവായിട്ട് വേദനയും പിന്നെ മസിലെല്ലാം ചുരുങ്ങിയിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് കാലുകളിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് ആരുടെയും സഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാനുള്ള കൃപ തരണമേ എന്ന്. അത് അമ്മ ഈശോ വഴി സൗഖ്യപ്പെടുത്തി തന്നു, ഈശോ അമ്മ വഴി സൗഖ്യപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ കാലിൻ്റെ വേദന എനിക്ക് വലിയ വേദനയായിട്ട് രാത്രിയിലൊക്കെ ഞാൻ കരയുമായിരുന്നു. ഭർത്താവിനെ കൊണ്ട് എപ്പോഴും തിരുമിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇനി എൻ്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാൻ എന്നെ അനുവദിക്കരുതേ, എൻ്റെ കാലിന് വേദന സൗഖ്യപ്പെടുത്തി തരണമേ എന്ന്. ആ അമ്മ ഈശോ അമ്മ വഴി സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ എൻ്റെ മൂത്ത മകന് കാനഡയിലാണ്. 3 വർഷമായിരുന്നു അവൻ നാട്ടിൽ വന്നിട്ട്. 2 പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ടും കോവിഡിൻ്റെ പ്രശ്നം കാരണം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് എമർജൻസി ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം ടിക്കറ്റിന് ഭയങ്കര റേറ്റാണ്. 3 ദിവസമായിട്ടും റേറ്റ് കുറയുന്നില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു 1,80,000 രൂപയിൽ നിൽക്കുകയാണെന്ന്. ഞാൻ രാവിലെ മുതൽ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണവും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന വഴിയെല്ലാം ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
വൈകുന്നേരമായപ്പോൾ അത്ഭുതകരമായിട്ട് ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, 72,500 രൂപയേ ഉള്ളൂ, സിംഗപ്പൂർ എയർലൈൻസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ മോന് 7-ാം തീയതി വരെ അവധി ഉണ്ടായിരുന്നു, നീട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വേറെ ടിക്കറ്റ് ഒന്നുമില്ല, ഈ ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അത് അമ്മ അത്ഭുതകരമായിട്ട് ഇടപെട്ട് നടത്തി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പ്രാർത്ഥന സഹായം അപേക്ഷിക്കുമായിരുന്നു. അപ്പം ഞാൻ എല്ലാ